നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അഗാരോ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഗാലക്സി ഗൺ മസാജറാണ്. ഏകദേശം ഗണ്ണിന്റെ കൂട്ടൊക്കെ തോന്നുന്ന ഒരു മസാജറാണിത്. ഞാൻ കുറെ ദിവസങ്ങളായിട്ട് ഇത് ഉപയോഗിക്കുന്നു. ഇതിന്റെ ഒരു എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് വീഡിയോയുടെ അവസാനം പറയാം. ഇപ്പം 4 ഡിഫറെന്റ് ആയിട്ടുള്ള മസാജ് ഹെഡുകൾ ഇതിനോടൊപ്പം ലഭിക്കുന്നുണ്ട്. 1 ഇയർ വാറന്റി ലഭിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നതെന്നും എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് ഇതിലുള്ളതെന്നും വീഡിയോ അവസാനം വരെ കണ്ട് മനസ്സിലായിക്കോളൂ. വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകേണ്ട, അവസാനം വരെ കാണുക. ഒപ്പം തന്നെ വീഡിയോ ലൈക്ക് ചെയ്തേക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വീഡിയോ താഴെ കമന്റുകളായിട്ട് ഇറങ്ങി. ഈ ഒരു പ്രോഡക്റ്റ് ബൈ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് ബൈ ചെയ്യാനും ഇതിന്റെ പ്രൈസ് എത്രയാണെന്ന് അവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഇങ്ങനെ ഒരു ബോക്സിലാണ് ഈ മസാജർ റിസീവ് ആയത്. ആദ്യം നമുക്ക് ഈ മസാജറിന്റെ ഡിസൈൻ ഒന്ന് നോക്കാം. ബ്ലാക്ക് കളറാണ്, മാറ്റ് ഫിനിഷിംഗ് ആണ് നൽകിയിട്ടുള്ളത്. സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ലൈറ്റ് വെയിറ്റ് ആണ്. അതിനോടൊപ്പം തന്നെ വളരെ ചെറിയൊരു ഡിവൈസ് ആണ്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇത് ഉപയോഗിക്കാനും സാധിക്കും. ഇനി നമുക്ക് ഇതിന്റെ ഫിസിക്കൽ ഓവർവ്യൂ നോക്കാം. ഇതിന്റെ ഒരു സൈഡിലായിട്ടാണ് ബട്ടൺസ് നൽകിയിട്ടുള്ളത്. പ്ലസ് മൈനസും അതേപോലെ ഒരു പവർ ബട്ടണുമാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഫിസിക്കൽ ബട്ടൺസ് അല്ല, ടച്ച് ബട്ടൺസ് ആണ്. ജസ്റ്റ് ഇതിൽ ടച്ച് ചെയ്താൽ മാത്രം മതി, പ്രസ് ചെയ്യേണ്ട കാര്യമില്ല. ഇവിടെ തന്നെ ചാർജിങ് ഇൻഡിക്കേറ്ററും കാണാൻ സാധിക്കും. നമ്മൾ ചാർജ് ചെയ്യുന്ന സമയത്ത് എത്ര പെർസെന്റേജ് ചാർജ് ആയി എന്നുള്ളത് നമുക്ക് ഈ ഇൻഡിക്കേറ്റേഴ്സ് നോക്കിയിട്ട് മനസ്സിലാക്കാനും സാധിക്കും. ഇതിന് താഴെ ഭാഗത്ത് ഒരു ടൈപ്പ് സി ചാർജിംഗ് പോർട്ട് കാണാനായിട്ട് സാധിക്കും. ഒരു ടൈപ്പ് സി ചാർജിംഗ് കേബിളും നമുക്ക് ബോക്സിനുള്ളിൽ ലഭിക്കുന്നുണ്ട്. ഇതിനോടൊപ്പം ബോക്സിനുള്ളിൽ ഒരു യൂസർ മാനുവലും വാറന്റി കാർഡും ലഭിക്കുന്നുണ്ട്. മെയിൻ യൂണിറ്റിൽ അറ്റാച്ച് ചെയ്യാനുള്ള 4 മസാജ് ഹെഡുകൾ ഇതിനോടൊപ്പം ലഭിക്കുന്നുണ്ട്. അത് ഓരോന്നായിട്ട് നമുക്കൊന്ന് പരിചയപ്പെടാം. റൗണ്ട് മസാജ് ഹെഡ് ആണിത്. ലാർജ് മസിൽ ഗ്രൂപ്പ് മസാജ് ചെയ്യാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. അതായത് നമ്മുടെ കാലും കൈയും പുറവും ഒക്കെ മസാജ് ചെയ്യാനായിട്ട് ഈ ഒരു റൗണ്ട് മസാജ് ഹെഡ് ഉപയോഗിക്കാം. അടുത്തത് ബുള്ളറ്റ് മസാജ് ഹെഡ് ആണ്. ഇത് ഡീപ്പ് ടിഷ്യൂസ് മസാജ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. അതായത് വളരെ ഡീപ്പായിട്ടുള്ള ഒരു മസാജിങ്, കൈക്കും കാലിനും ഒക്കെ നല്ല പെയിൻ ഉണ്ടെങ്കിൽ അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ഡീപ്പായിട്ട് ടിഷ്യൂസിലേക്ക് ഒരു മസാജിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി ഈ ഒരു ബുള്ളറ്റ് ഹെഡ് ഉപയോഗിക്കാം. ഇതാണ് ഫ്ലാറ്റ് മസാജ് ഹെഡ്. ഇത് ശരീരത്തിന്റെ ഒട്ടുമിക്ക ഭാഗങ്ങളിൽ നമുക്ക് ഈ ഫ്ലാറ്റ് മസാജ് ഹെഡ് ഉപയോഗിച്ചുകൊണ്ട് മസാജ് ചെയ്യാനായിട്ട് സാധിക്കും. മസാജ് ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ശരീരത്തിൽ ഏതെങ്കിലും ഭാഗത്ത് ബോണിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ വല്ലാത്ത വേദന എടുക്കും. മസിൽസിൽ മാത്രമേ ഈ മസാജ് ഹെഡുകൾ ഉപയോഗിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നല്ല വേദന ഉണ്ടാവും. നമ്മൾ ഈ എല്ലിലൊക്കെ കൊണ്ടിട്ട് മസാജ് ചെയ്ത് കഴിഞ്ഞാൽ വല്ലാത്ത രീതിയിലുള്ള വേദന എടുക്കും. ആ ഒരു കാര്യം ശ്രദ്ധിച്ചോളുക. അടുത്തത് ഫോർക്ക് മസാജ് ഹെഡ് ആണ്. ഇത് നെക്കിന്റെ 2 സൈഡിലും അതേപോലെ തന്നെ സ്പൈൻ താഴെ വരെ ബാക്ക് സൈഡിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു മസാജ് ഹെഡ് ആണ്. ഓക്കെ, ഇനി എങ്ങനെയാണ് ഈ മസാജർ ഉപയോഗിക്കുന്നത് പറഞ്ഞുതരാം. മസാജർ ഉപയോഗിക്കാൻ വളരെ ഈസിയാണ്. ഇത് ഹാൻഡിൽ ചെയ്യാനും വളരെ ഈസിയാണ്. ഇതേപോലുള്ള മസാജിങ് ഹെഡുകൾ ഉണ്ടല്ലോ, അത് നമുക്ക് ഈ മസാജറിലേക്ക് ഇതേപോലെ അറ്റാച്ച് ചെയ്യാനായിട്ട് സാധിക്കും. കുറച്ചൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പ്രോപ്പർ ആയിട്ട് ഇതിനുള്ളിൽ കയറിയിരിക്കും. ഊരി എടുക്കണമെങ്കിലും വലിയ പാടൊന്നുമില്ല. ഒന്ന് തിരിച്ച് വലിച്ചു കഴിഞ്ഞാൽ ഊരിങ്ങി പോരും. അതിനുശേഷം ഇതിന്റെ ബാക്ക് സൈഡിൽ നൽകിയിരിക്കുന്ന ഈ ബട്ടണിൽ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ, പവർ ബട്ടണിൽ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഇത് ഓൺ ആവും. ഇത്രയും സൗണ്ട് ഈ മസാജറിൽ നിന്ന് വരുന്നുണ്ട്. അപ്പം ഇത് ഉപയോഗിക്കാനും വളരെ ഈസിയാണ്. ഇങ്ങനെ അങ്ങോട്ട് വെച്ചു കൊടുത്താൽ മാത്രം മതി, നല്ല റിലീഫ് കിട്ടും. മസ്കുലർ പെയിൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നല്ല മാറ്റം ഇതിൽ നിന്ന് ലഭിക്കും. അപ്പം ഞാനിത് ഓൺ ചെയ്ത് വെച്ചുകൊണ്ട് സംസാരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് ഞാനത് ഓഫ് ചെയ്തു. ഞാൻ ആദ്യം കാണിച്ചു റൗണ്ട് മസാജ് ഹെഡ്, ഫ്ലാറ്റ് മസാജ് ഹെഡ്, അതേപോലെ തന്നെ ഫോർക്ക് മസാജ് ഹെഡ്, അങ്ങനെയൊക്കെയുള്ള പല മസാജ് ഹെഡുകളും ഇത് ഓരോ ഭാഗങ്ങളിലാണ് ഉപയോഗിക്കുന്നത്. ആ ഫോർക്ക് മസാജ് ഹെഡൊക്കെ നമ്മുടെ ഈ കഴുത്തിന്റെ ഈ ഭാഗത്തൊക്കെ ഉപയോഗിക്കാനായിട്ടാണ്. അപ്പൊ അത് കറക്റ്റ് ആയിട്ടാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള റിസൾട്ട് ലഭിക്കുന്നതാണ്. 6 സ്പീഡ്സ് നമുക്ക് ഇതിൽ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. അതിനോടൊപ്പം തന്നെ ഇതിൽ മോഡ്സ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പ്ലസ് മൈനസ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് മോഡ് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. 25 വാട്ട്സിന്റെ മോട്ടറാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. 3500 RPM ടോർക്കും ഇത് ജനറേറ്റ് ചെയ്യും. അതുകൊണ്ട് നല്ല രീതിയിലുള്ള ഒരു മസാജിങ്, ഒരു പെർഫോമൻസ് നമുക്ക് ഈ ഒരു മസാജറിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഇനി പ്രൊഡക്റ്റ് ഉപയോഗിച്ചതിന്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒന്നാമത്തെ പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയത് ഇത് വളരെ ഈസിയാണ് ഹാൻഡിൽ ചെയ്യാനായിട്ട്. വയർലെസ് ആയതുകൊണ്ട് തന്നെ കുറച്ചുകൂടി നല്ലതാണ്. അതേപോലെ വളരെ ലൈറ്റ് വെയിറ്റുമാണ്. നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. വളരെ ഭാരം കുറവാണ് ഇതിന്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് സമയത്ത് എവിടെ വേണമെങ്കിലും കൊണ്ടുനടന്നുകൊണ്ട് മസാജ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു മസാജർ ഞാൻ വാങ്ങി 2-3 ദിവസത്തിന് ശേഷമാണ് ഇത് ഓപ്പൺ ആക്കി നോക്കിയത്. കാരണം എനിക്ക് അത്ര വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയില്ല. കൺ മസാജർ എത്ര കണ്ട് പെർഫോം ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. കാരണം ഇതൊരു ചെറിയ ഡിവൈസ് ആണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇത് അത്ര നല്ലൊരു പെർഫോമൻസ് ഇതിൽ നിന്ന് കിട്ടാൻ സാധ്യതയില്ലെന്നാണ് വിചാരിച്ചത്. പിന്നെ ഞാൻ വീഡിയോ ചെയ്യാനായിട്ട് ഇതെടുത്ത് ഓപ്പൺ ആക്കി ഇത് വർക്ക് ചെയ്യിപ്പിച്ചൊക്കെ നോക്കി ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി ഇത് നല്ല കിഡിൽ ഐറ്റമാണെന്ന്. കാരണം ഇത്രയും ചെറിയൊരു ഡിവൈസ് ചെറിയൊരു എമൗണ്ടിൽ നമുക്ക് വാങ്ങാൻ കിട്ടുന്നതാണ്. നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് ഈ ഒരു പ്രൊഡക്റ്റിൽ നിന്ന് കിട്ടുന്നുണ്ട്. മാർക്കറ്റ് ഇതേപോലെ പല ബ്രാൻഡുകളുടെ മസാജറുകൾ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഏതാണ് വേണ്ടത്, എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് നിങ്ങൾക്ക് അതിൽ വേണ്ടതെന്നുള്ളത് അത് നിങ്ങൾ ഡിസൈഡ് ചെയ്യുന്ന കാര്യമാണ്. ഈ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിന്റെ റിവ്യൂ ആണ് ഞാൻ പറഞ്ഞത്. ഉപയോഗിച്ചിരുന്നു, വലിയ കുഴപ്പമില്ല. ഇതിന്റെ ബിൽഡ് ക്വാളിറ്റിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിലും മൊത്തം പ്ലാസ്റ്റിക് ബിൽഡാണ്. നല്ല ഹൈ ക്വാളിറ്റി പ്ലാസ്റ്റിക്കിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യത്തിലും വലിയ കോംപ്രമൈസ് ഒന്നും ബ്രാൻഡ് കാണിച്ചിട്ടില്ല. ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ബൈ ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വീഡിയോ താഴെ കമന്റുകളായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇഷ്ടംപോലെ ഇതേപോലുള്ള യൂണീക്ക് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളുടെ അൺബോക്സിംഗ് ഞാൻ ചാനലിലൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോകളൊക്കെ ആദ്യം തന്നെ ലഭിക്കാനായിട്ട് ബെൽ ഐക്കണിലൂടെ ക്ലിക്ക് ചെയ്തേക്കുക. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിലൂടെ എത്തുന്നു. ഇതിൽ നല്ലൊരു അൺബോക്സിംഗ് റിവ്യൂ ഒക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.